സുഹൃത്തുക്കളെ, നിങ്ങൾ ഫിഷിൻ്റെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശത്തോടെ ഞാൻ ഫസ്റ്റ് അവിടെ പോകുന്നത്. ഇന്ന് അതിനുശേഷം ഇപ്പോൾ കണ്ടിന്യൂസ് ആയി 4ാമത്തെ ആഴ്ച ഞാനിപ്പോൾ അവിടെ പോയിട്ട് മീൻ കൊണ്ടുവരുന്നു. നമ്മളെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് പേർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. 100 രൂപ റേറ്റിനാണ് ക്വാളിറ്റിയുള്ള സാധനം കിട്ടുന്നത്. അപ്പോൾ പലർക്കും ഒരു അഭിപ്രായമുണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുവെയുള്ള ചർച്ചയാണ്, വളർത്തു മീനാണ്, അതിന് ടേസ്റ്റ് ഇല്ല, അതാണെന്നാണ് ഒക്കെ പറഞ്ഞിട്ട് പലരും കുറ്റം പറയും. എന്നാൽ സത്യത്തിൽ അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയുന്നുണ്ടാവില്ല. വെറുതെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവർ ട്രൈ ചെയ്യില്ല, അവരത് വിമർശിച്ചും കൊണ്ടേയിരിക്കും. അപ്പം എൻ്റെ അനുഭവത്തിൽ പറയാനും പലരും അഭിപ്രായം ഫസ്റ്റ് പറഞ്ഞവരൊക്കെ അന്ന് അടുത്ത ആഴ്ച പോകണമെങ്കിൽ എനിക്കൊരു കിലോ ഉണ്ട് കിട്ടോ എന്ന് പറയും. അടുത്ത ആഴ്ച പോകണമെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച പോകണമെങ്കിൽ അതും വേണം കേട്ടോ കൂട്ടി പറയാൻ, അല്ലെങ്കിൽ സ്ഥിരം വാങ്ങുന്നൊരു ഏർപ്പാടാണ്. പലരും ഇതിനെ വിമർശിക്കുന്നത് കണ്ടിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കുളങ്ങൾ, ഏറ്റവും നല്ല ജലാശയങ്ങളൊക്കെ വളരെ ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ അങ്ങനെ ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള സാഹചര്യം ഉള്ളവർക്ക് ജസ്റ്റ് ഒരുപാട് തരത്തിലുള്ള മത്സ്യങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് സഹായങ്ങളും അതിനുള്ള ഒക്കെ ചെയ്തു വരുന്നുണ്ട്. മത്സ്യങ്ങളാണെങ്കിലും അതിൻ്റെ തീറ്റയൊക്കെ നമ്മളെ കൺട്രോളിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഈ വില പിടിപ്പുള്ളത് വാങ്ങിക്കൊടുക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഏതാണ് വേസ്റ്റല്ല, നമ്മൾ എന്താ ഫസ്റ്റ് കൊടുത്ത് ശീലിപ്പിക്കുന്ന ആ സാധനമാണ് അവർ കൂടുതലായി തിന്നുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഫ്രഷ് മീനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കഴിയുന്നവർക്കൊക്കെ ചെയ്യാവുന്നൊരു ഓപ്ഷനാണ് എന്നെനിക്ക് മനസ്സിലായ ടേസ്റ്റ്. നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ നമ്മൾ വാങ്ങുന്നുണ്ട്. പിന്നെ ഒരു റീസണ് നമുക്കൊരു താങ്ങാവുന്നൊരു വിലയാണ്. ഇപ്പോൾ പുഴമീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് പറയുന്ന വില കൊടുക്കേണ്ടി വരും. 400-500 ഇതിന് കിലോന് കൊടുക്കണം. ഇത് എത്തിച്ച മീൻ ഇപ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോലുമില്ല, ഏത് മത്സ്യത്തിനും അതിൻ്റെതായ ടേസ്റ്റും ചൊയയും എല്ലാ പ്രശ്നമുണ്ട്. ഇപ്പോൾ പാടത്തെ മത്സ്യത്തിനുണ്ടെങ്കിൽ അതിൻ്റെ ചൊയയും ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. പുഴമീനാണെങ്കിലും ആ ഒരു സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ വളർത്തുമീൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പുച്ഛമാണ് എന്തോ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ ചിക്കൻ കടകളിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ അതെങ്ങനെയാണ്? അതിന് തീറ്റ കൊടുത്ത് അതിൻ്റെ എല്ലാവിധ പ്രോസസ്സും ഓരോ 45 ദിവസത്തെ അവർ അതിനനുസരിച്ചുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ചെയ്ത് അതിന് മേക്ക് ചെയ്തെടുക്കുന്ന ചിക്കൻ അത് വാങ്ങി എത്ര വെച്ചാൽ കഴിക്കാം. അത് വളർത്തുന്ന അതെന്ന് വെച്ചൊരു തെറ്റിദ്ധാരണയാണ്. അതൊക്കെ മീൻ എന്താ പാടെ? സൂപ്പർ അല്ലേ? സൂപ്പർ. എന്താ എന്താ പറയാ? സൂപ്പർ. ആ കവറാണ് നേരെ ഇതാണ് മക്കളെ വാള. ഇതാണ് വാള.